ഹല്ലേലൂയ. മരണത്തിനപ്പുറമുള്ളതായ പ്രത്യാശ ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ആനന്ദകരമായ ഒന്നാണ്. ശുദ്ധ ബൈബിൾ പറയുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ. നാം ചിന്തിക്കുമ്പോൾ മരണം എങ്ങനെ എന്നുള്ളതല്ല, അതിനപ്പുറം ഉള്ള ജീവിതം എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മേഴ്സിയായും അവരുടെ പിതാവും രക്തസാക്ഷിത്വ മരണം വരിക്കുവാനായിട്ട് ഇടയായി തീർന്ന ഒരു സംഭവ യാഥാർത്ഥ്യം നീറോയുടെ കാലത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ സന്ദർഭത്തിൽ അന്ത്യനിമിഷത്തിൽ പോലും ആ പിതാവും ആ മകളും ഒരാത്മാവിനെ നേടിക്കൊണ്ടാണ് നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതിക്രൂരനായ നീറോ ചക്രവർത്തിയുടെ AD 64 കാലഘട്ടത്തിൽ റോമിലെ ക്രൈസ്തവ രക്തസാക്ഷികളുടെ പട്ടികയിൽ നിരവധി പേർ ചേർക്കപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പോപ്പിയ സബീന എന്ന സ്ത്രീയുമായി അടുപ്പമായതാണ് ആ ക്രൂരതയ്ക്കെല്ലാം ഏറ്റവും കാരണമായി മാറിയത്. അതെ, ആ റോമ നഗരത്തിലെ ആ അഗ്നിബാധയെക്കുറിച്ചും മറ്റുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ റോമ നഗരത്തിലെ ഒരു ഇടയന്റെ മകളായിരുന്നു മേഴ്സിയ എന്ന ആ യൗവനക്കാരി. ആ നീറോയുടെ സൈന്യാധിപനായിരുന്ന മാർക്കസ് താന് വളരെ പരാക്രമശാലിയും സുമുഖനുമായ ഒരു സേനാധിപനായിരുന്നു. റോമ സാമ്രാജ്യത്തിന്റെ യശസ് ഉയർത്തുവാനായിട്ട് നല്ല പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. എന്നാൽ താന് മേഴ്സിയ എന്ന ഈ പെൺകുട്ടിയുമായി, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ താൻ വളരെയധികം ഇഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. മാർക്കസിൽ പോപ്പിയ സബീനായും അല്ലെങ്കിൽ ആ രാജ്ഞിയും വളരെ ആകൃഷ്ടയാകുവാനായിട്ട് ഇടയായി തീർന്നു. അവള് രാജാവിനെ നീറോയെ അപകടപ്പെടുത്തിക്കൊണ്ട് ഈ മാർക്കസിനെ വിവാഹം കഴിക്കുവാനായിട്ട് അവൾ ആഗ്രഹിച്ചു. ആ കാര്യങ്ങൾ അവനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അവൻ അതിന് കൂട്ടാക്കിയില്ല. ഒരു ദിവസം രാജാവും രാജ്ഞിയും മണ്ഡപത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾക്ക് ഇമ്പം പകരുവാൻ നമ്മുടെ മുമ്പിൽ കാണുന്ന വീടുകൾക്ക് തീ കൊടുക്കുവാനായിട്ട് അവള് രാജാവിനോട് പറയുന്നതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്രകാരം വീടുകൾക്ക് തീ വെച്ച് അഥവാ ക്രിസ്ത്യാനികളെ നശിപ്പിക്കണം എന്നുള്ളതാകുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ രാജാവിനെ പ്രേരിപ്പിച്ച് ആ കാര്യങ്ങൾ അവൾ ചെയ്യിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാർക്കസ് അവൾ വളരെയധികം ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്നതായ കാര്യം ഈ രാജ്ഞിക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് അവളെ ഏതു വിധേനയും വകവരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവൾ ഇപ്രകാരം ഈ ക്രൂരകൃത്യം ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ അതിന്റെ നടുവിൽ ഈ സൈന്യാധിപൻ കാര്യം മനസ്സിലാക്കി അവളോട് പറയുവാനിടയായി തീർന്നു, നീ നിന്റെ ക്രിസ്തീയ വിശ്വാസം വെടിയണം, അതല്ല എങ്കിൽ അഗ്നിക്ക് ഇരയായി തീരുമെന്ന്. എന്നാൽ ജീവൻ വെടിഞ്ഞാലും യേശുവിനെ തള്ളിപ്പറയുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ അവൾ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതെ, മാർക്കസ് എന്ന ഈ സൈന്യാധിപന്റെ നേതൃത്വത്തിൽ തന്നെ മറ്റു പടയാളികളും ചേർന്ന് ആ തീയിലേക്ക് വലിച്ച് പലരെ എറിയുവാനായിട്ടിടയായി തീർന്നു. അക്കൂട്ടത്തില് അവളുടെ ഈ മേഴ്സിയ എന്ന ഈ യൗവനക്കാരിയുടെ വയോധികനായ പിതാവിനെ വലിച്ചെറിഞ്ഞു. അനന്തരമായിട്ട് ഈ സൈന്യാധിപൻ പറഞ്ഞു, നിനക്കിപ്പോഴെങ്കിലും രക്ഷപ്പെടാം, നീ യേശുവിനെ തള്ളിപ്പറയണം, നിന്റെ വിശ്വാസം നീ ഉപേക്ഷിക്കണം. എന്നാൽ അവൾ പറഞ്ഞു, ഒരിക്കലും ഇല്ല എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അവൾ പ്രകാരം പറഞ്ഞു, മാർക്കസെ, മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ
കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് അവളും പ്രഖ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ സന്ദർഭത്തിൽ ഈ സൈന്യാധിപൻ ചെയ്തത്, അവന്റെ ആ യൂണിഫോം അഴിച്ച് അവളുടെ ദേഹത്ത് പുതപ്പിച്ചിട്ട് അവൻ അവൾക്ക് കരം കൊടുത്തിട്ട് ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായി തീർന്നു: നിന്റെ യേശുവിനെ ഞാനും ഏറ്റെടുക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. അപ്രകാരം മാത്രമല്ല, ആ അലങ്കാരം അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു: ഇപ്പോൾ ഞാൻ നിന്റെ ഭർത്താവും നീ എന്റെ ഭാര്യയുമാണ്. അതെ, ഞാൻ യേശുവിനെ ഏറ്റെടുത്തിരിക്കുന്നു, നമുക്ക് ഒരുമിച്ച് മരിക്കാം എന്ന് പറയുകയും അങ്ങനെ അഗ്നിയിലേക്കും ക്രൂര ദുഷ്ട അഥവാ സിംഹങ്ങളെ വിശപ്പിച്ചിട്ടിരുന്ന സിംഹങ്ങൾക്കുമായിട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഓർക്കുക, ആ ദൈവസ്നേഹത്തിന്റെ ആഴം എത്ര വലുതായിരുന്നു എന്ന്. അതേ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും അതേത് വിധേനയാണെങ്കിലും സകല മനുഷ്യർക്കുമുണ്ട്. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല, പെട്ടെന്ന് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിന്റെ ആ അവയവങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലും കിട്ടാതെ വാരിക്കൂട്ടിയിട്ടിരിക്കുന്നത് ആരുടേതെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ അതേ ശവങ്ങൾ കൊണ്ട് നമ്മുടെ ദേശം നിറയുന്ന കാഴ്ച, കരളലിയിപ്പിക്കുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ത്യകാലത്ത് ഇങ്ങനെയുള്ളതാകുന്ന അനേക സംഭവങ്ങൾ ഉണ്ടാകും എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ വ്യക്തമായി നമ്മോട് അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. ചടുചടെ ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോ പാരിൽ പാർത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ചടുചടെ ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോ പാരിൽ പാർത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇന്ദ്രവീണതി, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇന്ദ്രവീണ